all in the gift God sees. St. Mark 12:44. She out of her poverty has put in everything she had, all she had to live on. Jesus watched the wealthy drop heavy coins into the treasury, but his eyes were fixed on a woman whose gift barely made a sound. Her offering was not impressive to men, yet our Lord watched her closely. Why? ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ധനികർ വളരെയധികം പണം കാഴ്ചയായി സമർപ്പിച്ചു. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ നയനങ്ങൾ ഒരു വിധവ സ്തോത്ര കാഴ്ചയായി ഇട്ട 2 നാണയമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് മനുഷ്യർ കരുതാത്തതിനെ കർത്താവ് കരുതിയത്? Because she did not give out of her surplus, she gave herself. The 2 coins were simply the outward sign of an inward surrender. ആ വിധവയ്ക്ക് ഉണ്ടായിരുന്നതിൽ അധികത്തിൽ നിന്നല്ല അവൾ കൊടുത്തത്, അവളെ തന്നെയാണ് കാഴ്ചയായി സമർപ്പിച്ചത്. ആ 2 ചില്ലിക്കാശ് ബാഹ്യമായ 2 ചില്ലിക്കാശ് ആന്തരികമായ സമർപ്പണത്തിൻ്റെ അടയാളമായിരുന്നു. The widow was all in, no safety net, no just in case stash, no careful balance between trusting God and trusting her own means. വിധവ അവൾക്കുള്ള സർവ്വതും കാഴ്ചയായി സമർപ്പിച്ചു. അവൾ ഒരിക്കലും എനിക്ക് ദൈവം നൽകിയില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്കുള്ളതിൽ ആശ്രയിക്കുവാൻ അവൾ തുനിഞ്ഞില്ല. She gave from a heart that held nothing back, a life emptied of self-reliance and filled with faith. അവൾ ഒന്നും ബാക്കി വയ്ക്കാതെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നൽകി. സ്വയത്തിൽ ആശ്രയിക്കാതെ വിശ്വസിച്ച് അവൾ അവളുടെ ജീവനെ തന്നെ അവിടെ സമർപ്പിക്കുകയായിരുന്നു. What would it take for us to live like that? നമ്മൾക്ക് ഇങ്ങനെ ജീവിക്കുവാൻ എപ്പോൾ സാധിക്കും? It may not mean giving away all our money, but it will mean releasing our grip on whatever we keep just in case God does not come through. Our plans, our reputation, our control, our comforts. പ്രിയമുള്ളവരെ, നമുക്കുള്ള പണം എല്ലാം നമ്മൾ കൊടുക്കണം എന്നില്ല. എന്നാൽ ദൈവം ഒരു പക്ഷേ നമുക്ക് എല്ലാം നൽകിയില്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കരുതി വയ്ക്കണം എന്നുള്ള മനോഭാവത്തിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്നുള്ള മനോഭാവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ഉണ്ടാകണം. God is not measuring amounts. He is looking for lives. The greatest gift we can place in His hands is ourselves. ദൈവം ഒരിക്കലും കണക്ക് വയ്ക്കുന്നില്ല. നമ്മുടെ ജീവൻ അവന് സമർപ്പിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏറ്റവും മൂല്യമായ ദാനം നമുക്ക് നൽകുവാനുള്ളത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. The question is not how much will I give, but how much of me will I withhold. ഞാൻ എത്രമാത്രം കൊടുക്കും എന്നുള്ളതല്ല, ഞാൻ എന്നെ തന്നെ എത്രമാത്രം കൊടുക്കാതിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം.
when we are all in, He is all ours. നമ്മളെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്കായി അവനെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.